അസ്സലാമു അലൈക്കും. ഇറ്റ്സ് മീ ആദില. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത് ഈദ് മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എങ്ങനെ സിമ്പിളായിട്ട് ഒരുങ്ങാനാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള വളരെ കുറച്ച് പ്രൊഡക്ട്സ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഒരുങ്ങാൻ നോക്കാം. അപ്പോൾ നമുക്ക് അധികം ലാഗ് അടിപ്പിക്കാണ്ട് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഫേസിൽ ഫേസ് വാഷ് അപ്ലൈ ചെയ്തിട്ട് നല്ല വൃത്തിക്ക് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ക്ലീൻ ആക്കിയിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല രീതിക്ക് ഫേസ് എല്ലാം വാഷ് ചെയ്തിട്ട് വേണം കേട്ടോ മേക്കപ്പ് എല്ലാം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഏത് ഫേസ് വാഷാണോ യൂസ് ചെയ്തത് ആ ഒരു ഫേസ് വാഷ് വെച്ചിട്ട് ഫേസ് നല്ല രീതിക്ക് ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക. എന്നിട്ട് പിന്നെ ഞാനിപ്പോൾ ഫസ്റ്റ് തന്നെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഞാൻ കണ്ട ഈ ഒരു പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യൽ. അപ്പം ഞാൻ മുന്നത്തെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീൽ ഇത് കാണിച്ചിട്ടുണ്ട്. ഇതിന് 5 രൂപയേ വരുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാനിങ്ങനെ ചെറിയ ചെറിയ ബോട്ടിലാണ് വാങ്ങിക്കൽ. അങ്ങനെ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്ത് തീരുമ്പോൾ പിന്നെ അടുത്തത് വാങ്ങിക്കാമല്ലോ. അങ്ങനെ എൻ്റെ ആക്രാന്തം കാരണം ഇതിൻ്റെ പ്രിൻ്റെല്ലാം പോയിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാനിത് 2 ദിവസം മുന്നേ വാങ്ങിച്ചതേനു. എൻ്റെ ഓൾറെഡി കാലിയാകാനായിട്ടുണ്ടേനു. അപ്പോൾ ഇതിൽ കണ്ട ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. 5 രൂപയ്ക്ക് നല്ല വേർത്തായിട്ടുള്ളൊരു മോയ്സ്ചറൈസർ തന്നെയാണ്. കണ്ടോ. അപ്പോൾ ഫസ്റ്റ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അപ്പോൾ മോയ്സ്ചറൈസർ നല്ല രീതിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫേസിൽ കുറച്ച് പിമ്പിൾസ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം നിങ്ങളെ ഒന്ന് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ വന്നതാണ്. പിമ്പിൾസ് എൻ്റെ ഫേസിൽ ഇങ്ങനെ തുള്ളി കളിക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് പോകുമ്പോൾ അത് വേറെ എവിടെയെങ്കിലും ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ അതിലൊന്ന് അവോയ്ഡ് ചെയ്യുക. അപ്പം നമുക്കിനി നെക്സ്റ്റ് വേണ്ടത് സൺസ്ക്രീനാണ്. അപ്പോൾ ഈ ഒരു സമ്മർ ടൈമിൽ എന്തായാലും യൂസ് ചെയ്യാണ്ടിരിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് കേട്ടോ സൺസ്ക്രീൻ. അപ്പം ഞാൻ ഇതാണ് യൂസ് ചെയ്യലിപ്പോൾ പോൺസിൻ്റെത്. ഇത് SPF 35 PA+++ ആണ്. ഇതും നല്ല വേർത്താണ്. ഇതിന് 199 രൂപയേ ഉള്ളൂ കേട്ടോ ആ റേറ്റ് വരുന്നത്. ഇത് നല്ല വൈറ്റ് കാസ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി സൺസ്ക്രീനാണ്. അപ്പം നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. അങ്ങനെ സൺസ്ക്രീൻ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രൈമറാണ്. അങ്ങനെ സൺസ്ക്രീൻ എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ചെറിയൊരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇത് നല്ല അടിപൊളി സൺസ്ക്രീനാണ് കേട്ടോ. നല്ല സ്മൂത്തനിങ് ഒരു എഫക്റ്റാണ്. നല്ല ഗ്ലോയി ആയിട്ടുള്ള നല്ല അടിപൊളി സൺസ്ക്രീനാണ്. എനിക്ക് പൊതുവേ ഈ പോൺസിൻ്റെ ഈ ഒരു പ്രൊഡക്ട്സ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പോൺസിൻ്റെ എല്ലാ പ്രൊഡക്ട്സും എനിക്ക് ഭയങ്കര ഫേവറേറ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് പ്രൈമർ. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു പ്രൈമറാണ്. നല്ല അത്യാവശ്യം നല്ല പ്രൈമർ തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി എല്ലാം നല്ല ഒരു ജെൽ ടൈപ്പ് പ്രൈമറാണ്. കണ്ട് ഇത്രയും കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. ഇനി പ്രൈമർ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പ്രൈമർ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഒന്നും നിങ്ങളെ ഫേസിലേക്ക് ഇറങ്ങി ഫേസ് ആകെ പിമ്പിളെല്ലാം വന്ന് സ്കാർസ് എല്ലാം വന്ന് ആ ഒരു പ്രശ്നമെല്ലാം നിങ്ങൾക്ക് മാക്സിമം കുറച്ച് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ പ്രൈമർ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തതിനൊരു കൺസീലർ യൂസ് ചെയ്യുക. അപ്പം ഞാൻ ഇതാണ് കേട്ടോ ഈ ഒരു കൺസീലറാണ് യൂസ് ചെയ്യൽ. ലാക്യൂ ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് കുറേ ആയി കേട്ടോ വാങ്ങിച്ചിട്ട്. എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നൊന്നും ഓർമ്മയില്ല. അപ്പോൾ ഇത് കണ്ടത് ഇങ്ങനെ ലിപ്സ്റ്റിക്ക് പോലത്തെ ഒരു തീരാനായി ഗൈസ്. അപ്പോൾ കൺസീലർ ഞാനിങ്ങനെ ഫൗണ്ടേഷന് പകരം കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യലുണ്ട്. അപ്പം ഞാൻ ഈ ഒരു കൺസീലർ തന്നെയാണ് കേട്ടോ ഫൗണ്ടേഷൻ ആയിട്ടും യൂസ് ചെയ്യല്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കുറേ ആയിട്ട് ഫൗണ്ടേഷൻ യൂസ് ചെയ്യലില്ല. ഇത് നല്ല ഫുൾ കവറേജ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കൺസീലറാണ് കേട്ടോ. അപ്പം ഞാൻ ഫൗണ്ടേഷനായിട്ടും കൺസീലറായിട്ടും എല്ലാം ഇത് തന്നെയാണ് യൂസ് ചെയ്യല്. അപ്പോൾ ഇത് ഈ ഒരു ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് ഒന്ന് സെറ്റാക്കണ്ടേ, ഒന്ന് പൗഡർ യൂസ് ചെയ്യുക. അപ്പോൾ പിന്നെ ഇതാ ഈ ഒരു ഫ്ലോർമറിൻ്റെ ഈ ഒരു വൈറ്റ് പൗഡറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്.
ഇപ്പോൾ കോമ്പാക്റ്റ് പൗഡറും ഞാൻ അധികം യൂസ് ചെയ്യൽ ഭയങ്കര കുറവാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ പൗഡർ ടൈപ്പ് പൗഡറാണ്. അപ്പം അത്യാവശ്യം നല്ല പൗഡർ തന്നെയാണ്. അങ്ങനെ പൗഡറിലിട്ട് നമ്മളൊന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ബ്ലഷ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബ്ലഷിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതെനിക്ക് ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാൻ അത്ര വലിയ ഇഷ്ടമല്ല ഈ ഒരു കളറ്. അപ്പോൾ ഇത് ബ്ലഷായിട്ട് നല്ല അടിപൊളി ഷെയ്ഡാണ്. അപ്പോൾ ഞാനിത് നമ്മുടെ ഫേസ് മേക്കപ്പ് ഏകദേശം ഒന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. അപ്പോൾ ലിപ്സ്റ്റിക്കിന് മുന്നേ ഫസ്റ്റ് ആയിട്ട് ലിപ് ബാം അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നോർമലി ഇത് 25 രൂപേൻ്റെ ഒരു സാധാരണ ഒരു ലിപ് ബാമാണ്. ലൈറ്റായിട്ട് ഒരു പിങ്ക് ടിൻറ്റ് വരുന്ന ഒരു ലിപ് ബാമാണ്. അപ്പം ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ലിപ്സ്റ്റിക്കായിട്ട് അപ്ലൈ ചെയ്യുന്നത് ഞാൻ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇത് മീഷോ ഒന്ന് വാങ്ങിച്ചിട്ടുള്ളതേനു. 1 2 4 5 ഷെയ്ഡുണ്ട്. അപ്പോൾ ഒന്ന് എവിടെയോ പോയി. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കോലം കണ്ടിട്ട് നോക്കണം കേട്ടോ. കുറേ യൂസാക്കി നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ലിപ്സ്റ്റിക്കും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഐ മേക്കപ്പും കൂടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഐ ഷാഡോ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഐ ഷാഡോ പാലറ്റ് ഉണ്ട് ന്യൂഡിൻ്റെ ഈ ഒരു പാലറ്റ് നിന്നാണ് കേട്ടോ ഞാനിപ്പോൾ ഐ ഷാഡോ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ഞാനിപ്പോൾ ഇട്ട ഔട്ട്ഫിറ്റിൻ്റെ മാച്ച് ആയിട്ടുള്ള ഈ ഒരു ഐ ഷാഡോ തന്നെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഇനി ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ജസ്റ്റ് മാജിക് കാജൽ ലൈനർ എന്ന് പറഞ്ഞ ഈ ഒരു ടൈപ്പ് കൊളോസൽ ടൈപ്പ് ഐലൈനറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു കൊളോസൽ ടൈപ്പ് നിബാണ്. അപ്പോൾ ഐലൈനർ യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഞാൻ ഈ കണ്ണിൻ്റെ താഴെ പോളയിലും മേലയിലും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ണ് കാണാൻ പറ്റും നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോ നോക്കുമ്പോൾ കേട്ടോ മനസ്സിലായത് ലാസ്റ്റ് കൊളോസൽ അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ഞാൻ ഓണാക്കാൻ വേണ്ടി വിട്ടുപോയി. അപ്പോൾ അതിനുശേഷം ഞാനിപ്പോൾ മേലയിൽ മാത്രമായിട്ട് ഈ ഒരു സ്കെച്ച് ടൈപ്പ് ഐലൈനർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ആ മേലയിൽ ഇങ്ങനെ ലൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്കെച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് താഴെ ജസ്റ്റ് ഒന്ന് സ്മോക്കി ആക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മസ്കാര വെച്ചിട്ട് ഐലാഷസ് ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഐ മേക്കപ്പും കൂടി ഇത്രയുണ്ട്. അപ്പോൾ ഈ ഒരു ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഫേസ് മേക്കപ്പ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഹെയർ എല്ലാം സെറ്റ് ചെയ്ത് ഷാളും എല്ലാം സെറ്റ് ആക്കിയിട്ട് കാണാം. നമ്മുടെ ഈ ഒരു കുഞ്ഞു ഈദ് മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റും കൂടി ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് എല്ലാം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.